തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് UDF കൺവീനർ അടൂർ പ്രകാശാണ്. റിസൾട്ട് അറിയാൻ ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് സജീവമായി തന്നെ തിരിച്ചെത്തുകയാണ്. നാളെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ UDFന് അനുകൂലമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നു എന്ന ഒരു പല ചാനലുകളും എക്സിറ്റ് പോൾ ഫലങ്ങളും അവർ അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. അത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ മേഖലകളിലും ഓടിയെത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു ആത്മസംതൃപ്തിയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ജനങ്ങൾ 10 വർഷക്കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. അതാണ് അവർ ഈ വോട്ടിങ്ങിലൂടെ അവർ നടത്തിയിട്ടുള്ളത് എന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എങ്ങനെയാണ്, എത്രത്തോളം സീറ്റുകളാണ് ഒരുപക്ഷെ UDFനും അങ്ങേക്കും ഒരു കണക്ക് കൂട്ടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവും കൃത്യമായി? അല്ല, അങ്ങനെ കൃത്യമായ കണക്കുകൾ ഞങ്ങൾ അവകാശപ്പെടുകയല്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കും. ഒരു സംശയവും ആർക്കും വേണ്ട. അത് ഇപ്പോൾ ഇത്ര സീറ്റ് കിട്ടും എന്ന് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത്രയും സീറ്റ് വന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ എന്നെ ആക്ഷേപിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അതാണ് എൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതാണ് UDF അധികാരത്തിൽ കടന്നു വരാൻ വേണ്ടുന്ന ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള അവസരം നിശ്ചയമായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്ന സുദിനമാണ് നാളെ. തുറന്ന ഒരു മനസ്സാണ് UDF എപ്പോഴും ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചകൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ചർച്ചകളിലേക്ക് കൂടി അത്തരത്തിൽ വിശാലമായ ഒരു ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ കാണുന്നത്? കോൺഗ്രസ്സിന് ഹൈക്കമാൻഡുണ്ട്. ആ ഹൈക്കമാൻഡ് തീരുമാനങ്ങളെടുക്കും. ആ തീരുമാനങ്ങളിൽ എന്തെടുത്താലും അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിന് കാലയെ കൂട്ടി ഇന്ന ആൾ മുഖ്യമന്ത്രി, അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റും. അല്ല, പിന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. നാളെ അത് കൃത്യമായി UDFന് അനുകൂലമായ ഫലത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള തീരുമാനങ്ങൾ അത് ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറമാൻ സുരേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.